Okay, then move on to next question. Explain the process and effects of globalization on India, including its influence on culture, economy, literature, and the significance of the Indian diaspora and popular literature. അപ്പോൾ എന്താണ് ഗ്ലോബലൈസേഷന്റെ എഫക്റ്റ് ആണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. എന്താണ് ഗ്ലോബലൈസേഷൻ എന്നുള്ളത് എല്ലാവരും പഠിച്ചിട്ടുണ്ടോ? യെസ്, ഓക്കെ. അപ്പൊ എന്താണ് ഗ്ലോബലൈസേഷൻ? ഗ്ലോബലൈസേഷൻ കണക്ട്സ് ദ വേൾഡ് ത്രൂ ട്രേഡ്, കൾച്ചർ ആൻഡ് കമ്മ്യൂണിക്കേഷൻ അല്ലേ? വേൾഡിനെ എല്ലാത്തിനെയും ഒരു സിംഗിൾ പോയിന്റിലേക്ക് കണക്ട് ചെയ്യുന്ന ഒരു കൈൻഡ് ഓഫ് പ്രോസസ് ആണ് ഗ്ലോബലൈസേഷൻ എന്നുള്ളതൊക്കെ നമ്മൾ ക്ലാസ് എടുത്ത സമയത്ത് പറഞ്ഞിരുന്നു. ഓർക്കുന്നുണ്ടോ എല്ലാവരും? In India, it has led to cultural exchange. എന്താണ് cultural exchange and economic growth and greater use of English. അപ്പോൾ എന്താണ് ഇന്ത്യൻ കോണ്ടെക്സ്റ്റിലേക്ക് വരുന്ന സമയത്ത് ഗ്ലോബലൈസേഷൻ എഫക്ട്സ് എന്തൊക്കെയായിരുന്നു? ഇറ്റ് ലെഡ് ടു കൾച്ചറൽ എക്സ്ചേഞ്ച്, കൾച്ചറിനെ എക്സ്ചേഞ്ച് ചെയ്യാനും അതുപോലെ തന്നെ എക്കണോമിക് ഗ്രോത്തിനും ആൻഡ് ഗ്രേറ്റർ യൂസ് ഓഫ് ഇംഗ്ലീഷിന്റെ ഒരു ഗ്രേറ്റർ യൂസിനും പിന്നീട് എന്ത് ചെയ്യാണ്? ഗ്ലോബലൈസേഷൻ ഫേസ് ചെയ്യുക അല്ലെങ്കിൽ ഗ്ലോബലൈസേഷൻ ഹെൽപ്പ് ചെയ്യാണ് ചെയ്യുന്നത്. So literature reflect these changes as seen in Aravind Adiga's The White Tiger. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ആൻസർ ചെയ്തുമ്പോൾ എഴുതേണ്ടത് കേട്ടോ. അതായത് ലിറ്ററേച്ചർ റിഫ്ലക്ട് ദീസ് ചേഞ്ചസ്. ലിറ്ററേച്ചറിലും ഈ ചേഞ്ചസ് ഉണ്ടായിരുന്നു. ലൈക്ക് ഇന്ത്യൻ കൾച്ചർ മറ്റുള്ള കൾച്ചറുമായിട്ട് മിക്സപ്പ് ചെയ്യുന്നു, ലാംഗ്വേജസ് മിക്സപ്പ് ചെയ്യുന്നു, അതുപോലെ തന്നെ ഇംഗ്ലീഷിന്റെ ആ ഒരു യൂസേജ് കൂടുന്നു. ആ ഒരു ചേഞ്ച്, ആ ഒരു കൾച്ചറൽ ചേഞ്ച് ഇന്ത്യയിലും ഹാപ്പൻ ചെയ്യാണ് ചെയ്യുന്നത്. ആ സമയത്ത് ലിറ്ററേച്ചറിനെയും അത് റിഫ്ലക്ട് ചെയ്യുന്നുണ്ട്. അതിന് അങ്ങനെ പറഞ്ഞുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാണ്? എക്സാമ്പിൾ ആയിട്ട് ഒരു ലിറ്റററി വർക്ക് കൂടി അവിടെ കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെയാണ് ആൻസർ ചെയ്തേണ്ടത് കേട്ടോ. അരവിന്ദ് അഡിഗാസ് ദ വൈറ്റ് ടൈഗർ ആണ് അതിന് എക്സാമ്പിൾ. So the Indian diaspora with 18 million people as of 2020 is the world's largest, spread across countries like the UAE, US and Saudi Arabia. Diaspora figures like Sundar Pichai, Indra Nooyi and Kalpana Chawla have had global impact. So ഇതൊക്കെ ഒരു ഗ്ലോബലൈസേഷന്റെ ഭാഗമായിട്ട് വന്നിട്ടുള്ള കാര്യങ്ങളായിരുന്നു. Then പിന്നീട് എന്തൊക്കെയാണ് ഗ്ലോബലൈസേഷൻ ഹെൽപ്പ് ചെയ്തത്? ഗ്ലോബലൈസേഷൻ ആൻഡ് ടെക്നോളജി ഹാവ് ആൾസോ ഡെമോക്രറ്റൈസ്ഡ് ലിറ്ററേച്ചർ, ഇൻക്രീസിംഗ് ആക്സസ് ആൻഡ് പ്രൊമോട്ടിംഗ് പോപ്പുലർ ജനറേഴ്സ് ലൈക്ക് റൊമാൻസ്, ഫാന്റസി, ഡിറ്റക്റ്റീവ് ഫിക്ഷൻ. Popular literature differs from high literature by focusing on mass appeal. പിന്നീട് എന്താണ് ഗ്ലോബലൈസേഷൻ ഹെൽപ്പ് ചെയ്യുന്നതായിട്ട് നമ്മൾ പഠിക്കുന്നത്? ജനറേഴ്സ് ലൈക്ക് റൊമാൻസ്, ഫാന്റസി, ഡിറ്റക്റ്റീവ് ഫിക്ഷൻ ഒക്കെ പിന്നീട് പ്രൊമോട്ട് ചെയ്യാണ് ചെയ്യുന്നത്. അങ്ങനത്തെ അത്തരം കൈൻഡ് ഓഫ് ലിറ്ററേച്ചേഴ്സ് ഡെമോക്രറ്റൈസ് ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ ആണോ? Then India, the second largest English book publisher, has produced key works like പിന്നീട് എന്താവാണ്? ഇന്ത്യയിൽ ആസ് ഇൻ ഇന്ത്യ ഇംഗ്ലീഷ് എന്ന് പറയുന്നത് ഒരു സെക്കൻഡ് ലാംഗ്വേജ് ആണ്, അല്ലെ ഒരു ഫോറിൻ ലാംഗ്വേജ് ആണ്. പക്ഷെ പിന്നീട് എന്ത് ചെയ്യാണ്? ഇംഗ്ലീഷ് ലിറ്ററേച്ചറിൽ സെക്കൻഡ് ലാർജസ്റ്റ് ആയിട്ടുള്ള ഒരു കൺട്രി ആയിട്ട് മാറാണ് ഇന്ത്യ. അതിന്റെ ഒരു കീ ഫിഗേഴ്സ് ആയിട്ട് നിൽക്കുന്ന വർക്ക്സ് ഏതൊക്കെയാണ്? ദ ഗൈഡ്, മൽഗുഡി ഡേയ്സ്, റിട്ടൺ ബൈ R.K. നാരായൺ. ഗൈഡ് ആൻഡ് മൽഗുഡി ഡേയ്സ് R.K. നാരായണന്റെ വർക്കാണ്. ദെൻ അൺടച്ചബിൾസ് ആര് എഴുതിയതാണ്? മുൽക്ക് ആനന്ദിന്റെ വർക്കാണ്. ദെൻ ട്രെയിൻ ടു പാകിസ്ഥാൻ, കുശ്വത് സിംഗിന്റെ ട്രെയിൻ ടു പാകിസ്ഥാനും ഭയങ്കര പോപ്പുലർ ആയിട്ടുള്ള ഗ്ലോബലൈസേഷനെ പ്രൊമോട്ട് ചെയ്യുന്ന വർക്കാണ്. അതുപോലെ തന്നെ ദ വൈറ്റ് ടൈഗർ, അരവിന്ദ് അഡിഗ, A Suitable Boy, Vikram Seth and Sea of Poppies, Amitav Ghoshന്റെ വർക്ക്സ് ഒക്കെ പിന്നീട് ഗ്ലോബലൈസേഷനെ എഫക്ട് ചെയ്തിട്ട് എഴുതിയിട്ടുള്ള വർക്ക്സ് ആണ്. സോ ഗ്ലോബലൈസേഷൻ കണ്ടിന്യൂസ് ടു ഷേപ്പ് ഇന്ത്യസ് കൾച്ചർ, ലിറ്ററേച്ചർ ആൻഡ് ഗ്ലോബൽ പ്രസൻസ്. Then move on to Unit 2. ഓക്കെ ആണോ? യൂണിറ്റ് 1 എല്ലാവർക്കും കംപ്ലീറ്റ് ആയിട്ട് മനസ്സിലായോ? ഒന്ന് തംസ് അപ്പ് ഇട്ടേ എല്ലാവരും. ഓക്കെ ആണെങ്കിൽ യൂണിറ്റ് 2ലേക്ക് മൂവ് ഓൺ ചെയ്തൂടെ? യെസ്, ഓക്കെ. അപ്പൊ യൂണിറ്റ് 2 നമുക്ക് ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? വാട്ട് were the core characteristics of romanticism in Europe compared to its manifestation in the Indian context? അപ്പൊ എന്താണ് യൂണിറ്റ് 2 നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്? എന്താണ് റൊമാൻറ്റിസിസം? റൊമാൻറ്റിസിസം യൂറോപ്പിലാണ് ബിഗിൻ ചെയ്യുന്നത്, അല്ലെ? അപ്പൊ യൂറോപ്പിൽ നിന്നും റൊമാൻറ്റിസിസം ഇന്ത്യൻ കോണ്ടെക്സ്റ്റിലേക്ക് വരുന്ന സമയത്ത് എന്തൊക്കെയായിരുന്നു അതിന്റെ ഒരു മാനിഫെസ്റ്റേഷൻ, അതിന്റെ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് എന്നാണ് ക്വസ്റ്റ്യൻ. എന്താണ് റൊമാൻറ്റിസിസം ഇൻ യൂറോപ്പ് ലേറ്റ് 18th to mid 19th century, late 18th to mid 19th century വരെയാണ് റൊമാൻറ്റിസിസം യൂറോപ്പിൽ എക്സിസ്റ്റ് ചെയ്യുന്നത്. Was an artist and intellectual movement that prioritized emotion, imagination and individual expression over reason. അപ്പൊ എന്താണ് റൊമാൻറ്റിസിസം എന്നുള്ളതാണ് നമ്മൾ ആദ്യം ആൻസർ ചെയ്യുന്ന സമയത്ത് കൊടുക്കേണ്ടത്, അല്ലേ? അപ്പൊ എന്താണ് റൊമാൻറ്റിസിസം എല്ലാവരും പഠിച്ചിട്ടില്ലേ? ഓക്കെ അല്ലേ? യെസ്. അപ്പൊ എന്താണ് റൊമാൻറ്റിസിസം? ആർട്ടിസ്റ്റിക് ആൻഡ് ഇന്റലക്ച്വൽ മൂവ്മെന്റ് ആണ് റൊമാൻറ്റിസിസം. ഇന്നർ ഇമോഷൻസിനെ കുറിച്ച് എഴുതുന്നതാണ്. ലൈക്ക് അതായത് റീസണെ കുറിച്ചോ അല്ലെങ്കിൽ മറ്റുള്ള സയന്റിഫിക് ഇവല്യൂഷനെ കുറിച്ച് എഴുതുന്നതിന് പകരം പ്രയോറിറ്റി ഗിവൺ ടു ഇമോഷൻസ് ആൻഡ് ഇമാജിനേഷൻസ് ആണ്, അല്ലെ?
And in India, it became a cultural movement tied to nationalism and heritage, emphasizing intuition, mysticism, and rediscovery of indigenous art like folk songs, poetry, dance, and languages. അപ്പൊ എന്താണ് റൊമാൻറ്റിസിസം ഇന്ത്യൻ കോണ്ടെക്സ്റ്റിൽ വന്നപ്പോൾ സംഭവിച്ചത്? ഇറ്റ് ബിക്കം എ കൾച്ചറൽ മൂവ്മെന്റ് ആയിട്ട് മാറി. ശരിക്കും എന്താണ് റൊമാൻറ്റിസിസം? ഇറ്റ് ബിക്കം എൻ ഇന്റലക്ച്വൽ മൂവ്മെന്റ് ആണ് അല്ലെ. ആർട്ടിസ്റ്റിക് ആൻഡ് ഇന്റലക്ച്വൽ മൂവ്മെന്റ് ആയിരുന്ന റൊമാൻറ്റിസിസം ഇന്ത്യയിലേക്ക് വരുന്ന സമയത്ത് എന്തായിട്ട് വരികയാണ് ചെയ്യുന്നത്? ഇന്ത്യയിലേക്ക് വരുന്ന സമയത്ത് ഇറ്റ്സ് എ കൾച്ചറൽ മൂവ്മെന്റ് ആയിട്ട് വരികയാണ് ചെയ്യുന്നത്. ആൻഡ് ഇറ്റ് ടൈഡ് ടു നാഷണലിസം, ഹെറിറ്റേജ്. എന്തൊക്കെ കൂടുതലായിട്ടാണ് ടൈ ചെയ്തിരിക്കുന്നത്? ലൈക്ക് നാഷണലിസം, ഇന്ത്യൻ പീപ്പിൾസിൽ കൊളോണിയലിസത്തിന്റെ കാലഘട്ടമായപ്പോൾ നാഷണലിസം എമർജ് ചെയ്തു. സോ ഇന്ത്യൻ റൊമാൻറ്റിസിസം നാഷണലിസം ആയിട്ട്, അതായത് ഇന്ത്യനോടുള്ള ഒരു സ്നേഹത്തിന്റെ ഭാഗമായിട്ടുള്ള റൊമാൻറ്റിക് വർക്ക്സ് വരുന്നു. ഹെറിറ്റേജ് ആൻഡ് എംഫസൈസിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആൻഡ് മിസ്റ്റിസിസം, റീഡിസ്കവറി ഓഫ് ഇൻഡിജീനിയസ് ഫോക്ക്ലാൻഡ്സ്. ലൈക്ക് കൊളോണിയലിസം വരുന്നു, പിന്നീട് ഇൻഡസ്ട്രിയലൈസേഷൻ ഇന്ത്യയിലേക്കും വരികയാണല്ലേ ചെയ്യുന്നത്. ഇന്ത്യൻ റൂറൽ ഏരിയാസ് ഒക്കെ മെല്ലെ മെല്ലെ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യത്തിൽ ഇൻഡിജീനിയസ് ട്രഡീഷനെ കുറിച്ചുള്ള ആളുകളുടെ ആ ഒരു കൺസേൺസും, ഇൻഡിജീനിയസ് പീപ്പിൾസിന് ഇൻഡിജീനിയസ് അവരുടെ ആ ഒരു ട്രഡീഷനോടുള്ള ആ ഒരു സ്നേഹവും ഒക്കെയാണ് അവിടെ വന്നത്. സോ ആ ഒരു മാനിഫെസ്റ്റേഷൻ ഒക്കെയാണ് ഇന്ത്യൻ റൊമാൻറ്റിസിസത്തിന്റെ ഭാഗമായിട്ട് വരുന്നത്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഓക്കെ ആണോ? മൂവ് ഓൺ ചെയ്തൂടെ? ഒന്ന് തംസപ്പ് ഇട്ടേ ഓക്കെ ആണെങ്കിൽ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നെയിം 3 കീ ഫിഗേഴ്സ് ഓഫ് ഇന്ത്യൻ റൊമാൻറ്റിസിസം. ഇന്ത്യൻ റൊമാൻറ്റിസിസത്തിന്റെ കീ ഫിഗേഴ്സ് ആരൊക്കെയാണ്? ഓർമ്മയുണ്ടോ? രവീന്ദ്രനാഥ് ടാഗോർ, ശ്രീ ഔറോബിന്ദോ ആൻഡ് സരോജിനി നായിഡു എന്നീ 3 ആളുകളാണ് ഇന്ത്യൻ റൊമാൻറ്റിസിസത്തിന്റെ കീ ഫിഗേഴ്സ് ആയിട്ട് പറയുന്നത്. ഓക്കെ അല്ലേ? ഓക്കെ, then move on to next question. Identify the 2 main Sanskrit epics and their attributed authors. 2 സംസ്കൃതം എപ്പിക്സിനെ കുറിച്ചാണ് പറയുന്നത്. നമ്മൾ എപ്പിക്കിനെ കുറിച്ച്, ലിറിക്കൽ പോയട്രിയെ കുറിച്ചൊക്കെ ഡിസ്കസ് ചെയ്യുന്നുണ്ട് അല്ലെ ഈ യൂണിറ്റില്. അപ്പൊ എന്താണ്? മഹാഭാരത ബൈ വ്യാസ ആൻഡ് രാമായണ ബൈ വാൽമീകി ആണ് 2 മെയിൻ സാൻസ്ക്രിറ്റ് എപ്പിക്സ്. അറിയാലോ അല്ലെ? എല്ലാവർക്കും ആ ഒരു ക്വസ്റ്റ്യൻ ആൻസർ അറിയാവല്ലോ, പഠിച്ചിട്ടുണ്ടാവും. Then what makes the Mahabharata particularly noteworthy? എന്തുകൊണ്ടാണ് മഹാഭാരത ഒരു noteworthy വർക്ക് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്? ഓർമ്മയുണ്ടോ ക്വസ്റ്റ്യൻ ആൻസർ? എന്തുകൊണ്ടാണ് മഹാഭാരത ഒരു noteworthy വർക്ക് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്? അറിയോ ആർക്കെങ്കിലും? So the Mahabharata is noteworthy for being the longest epic in the world. എന്താണ്? Longest epic in the world and containing 100,000 verses divided into 18 sections. എന്താണ്? 100,000 verses ഉണ്ട്, which is completely divided into 18 sections. അതാണ് രാമായണ, അതാണ് മഹാഭാരത. Then name 2 Tamil epics and state who wrote them. Name 2 Tamil epics. തമിഴ് എപ്പിക്സിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പൊ 2 മെയിൻ തമിഴ് എപ്പിക്സിനെയാണ് നെയിം ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. First one is ശില്പടികാരം written by ഇലാങ്കോ അടികൾ and second one is മണിമേഖലായി written by ശീതളായി സാത്തനാർ. നമ്മൾ ഒരുപാട് തമിഴ് എപ്പിക്സിനെയും തമിഴ് എപ്പിക് റൈറ്റേഴ്സിനെ കുറിച്ചും പറയുന്നുണ്ട് അല്ലെ. അവരുടെ ആ ഒരു കോൺട്രിബ്യൂഷൻസ്, അവരുടെ എപ്പിക്കിന്റെ പ്രത്യേകതകളെ കുറിച്ചൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അല്ലെ ഈ യൂണിറ്റില്. Then next question. Which epic is a retelling of the Ramayana in Avanti and who authored it? Which epic is a retelling of the Ramayana in Avanti? രാമായണയിലെ അവധി എന്ന് പറയുന്ന ഒരു സെക്ഷൻ ഏത് എപ്പിക് ആണ് റീടെൽ ചെയ്ത് പറയുന്നത്? ലൈക്ക് എപ്പിക് എന്ന് പറയുന്നത് എന്താണ്? വാട്ട് ഈസ് ദ ജോണർ ഓഫ് എപ്പിക്? എപ്പിക്കിന്റെ ഒരു പ്രത്യേകത എന്താണ്? രാമായണ മഹാഭാരത പോലത്തെ ട്രഡീഷണൽ വർക്ക്സിനെ റീടെൽ ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ അതിന്റെ ഒരു സെക്ഷന്, ഒരു റിലീജിയസ് ബേസ് ചെയ്തിട്ടുള്ള ഒരു സെക്ഷണൽ വർക്കിനെ റീടെൽ ചെയ്യുന്ന ഒരു രീതിയാണല്ലോ എപ്പിക്കിനുള്ളത്. ഒരു ലെങ്തി ആയിട്ടുള്ള നാരറ്റീവ്സ് ഉള്ള ഒരു ടൈപ്പ് ഓഫ് പോമാണ് എപ്പിക് എന്നൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഹു ഓതേർഡ് ഇറ്റ്? ആരാണ് രാമായണ അവധി റീടെൽ ചെയ്യുകയും അത് ഓതർ ചെയ്തതും ആരാണ്? ശ്രീ രാമചരിതമനസ് ഇൻ തുളസിദാസ് റീടെല്ലിംഗ് ഓഫ് ദ രാമായണ ഇൻ അവധി. അവധി എന്ന് പറയുമ്പോൾ ഓൾഡ് ഹിന്ദിയിലാണ് എഴുതുന്നത്. റിട്ടൺ ഇൻ ദ 5th century AD വിത്ത് എ ഡിവോഷണൽ ഫോക്കസ്. ഓക്കെ ആണോ? ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഡിഫൈൻ ലിറിക് പോയട്രി ആൻഡ് ലിസ്റ്റ് 2 ഓഫ് ഇറ്റ്സ് മെയിൻ ക്യാരക്ടറിസ്റ്റിക്സ്. അപ്പൊ ലിറിക് പോയട്രി എന്താണ്? ലിറിക് പോയട്രിയുടെ പ്രത്യേകതകൾ, ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണ് എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. ഓർമ്മയുണ്ടോ?
Then lyric poetry is defined as short, emotional and musical poetry that focus on expressing personal feelings and thoughts rather than telling a story. അപ്പോൾ എപ്പിക്കിന്റെ ഒരു പ്രത്യേകത എന്താണ്? എപ്പിക്കിൽ കൂടുതലും സ്റ്റോറി ടെല്ലിംഗ് എഫക്ട്സ് ആണല്ലേ നൽകുന്നത്. അതായത് രാമായണ മഹാഭാരത പോലത്തെ റിലീജിയസ് ഒരുപാട് എപ്പിക്കിനെ കുറിച്ചുള്ള ഒരു റീടെല്ലിംഗ് ആണ് എപ്പിക് എന്ന് പറയുന്നത്. ബട്ട് എന്താണ് ലിറിക് പോയട്രിയുടെ ഒരു പ്രത്യേകത? ലിറിക് പോയട്രി എപ്പിക്കിനെ കമ്പയർ ചെയ്യുമ്പോൾ ഭയങ്കര ഷോർട്ട് ആയിരിക്കും, ഇമോഷണലി കോൺട്രവെൻഷ്യൽ ആയിരിക്കും, അതുപോലെ തന്നെ മ്യൂസിക്കൽ പോയട്രിയോട് ലിങ്ക് ചെയ്ത് നിൽക്കുന്നതായിരിക്കും. ആൻഡ് ഇറ്റ് ഫോക്കസിങ് ഓൺ ദ എക്സ്പ്രസിംഗ് ഓഫ് പേഴ്സണൽ ഇമോഷൻസ്, പേഴ്സണൽ ഫീലിംഗ്സ്, പേഴ്സണൽ തോട്ട്സ്. അപ്പോൾ ലിറിക്കൽ പോയട്രിയിൽ കൂടുതലായിട്ട് പേഴ്സണൽ ഇമോഷൻസും ഫീലിംഗ്സും ആയിരിക്കും ഇൻക്ലൂഡ് ചെയ്യുക rather than telling a story. അപ്പോൾ എപ്പിക്കിനെ പോലെ ഒരു സ്റ്റോറി ടെല്ലിംഗ് അല്ല ലിറിക്കൽ പോയട്രിയുടെ പ്രത്യേകത. Then two main characteristics ചോദിച്ചാൽ എന്താ ഇൻക്ലൂഡ് ചെയ്താ? ഹാവിങ് എ സിംഗിൾ സ്പീക്കർ. ലിറിക്കൽ പോയട്രിയിൽ ഒരു സിംഗിൾ സ്പീക്കർ ആയിരിക്കും ഉണ്ടാവുക. എക്സ്പ്രസിംഗ് പേഴ്സണൽ ഇമോഷൻസ് ആൻഡ് തോട്ട് ആൻഡ് ഇറ്റ്സ് മ്യൂസിക്കൽ ഒറിജിൻ ബീയിങ് ഒറിജിനലി സങ് വിത്ത് എ ലയർ. സോ എന്താണ് അതിന്റെ ഒരു രണ്ട് പ്രത്യേകതകളിൽ ഒന്നാണ് സിംഗിൾ സ്പീക്കർ ആയിരിക്കും ഉണ്ടായിരിക്കുക. ലൈക്ക് എപ്പിക്കിനെ പോലെ ഡിഫറെന്റ് പെർസ്പെക്റ്റീവ്സിൽ ഒന്നും എഴുതില്ല. ലിറിക്കൽ പോയട്രിയിൽ ഒരു സിംഗിൾ സ്പീക്കർ ആയിരിക്കും ഉണ്ടായിരിക്കുക. ആ ഒരു സിംഗിൾ സ്പീക്കറിന്റെ പേഴ്സണൽ ഇമോഷൻസിനെയും ഫീലിംഗ്സിനെയും ഒക്കെ ആയിരിക്കും പറയാ. Then second വന്ന എന്താണ്? ഇമോഷൻസ് ആൻഡ് തോട്ട്സ് ആൻഡ് ഇറ്റ്സ് മ്യൂസിക്കൽ ഒറിജിൻ ആയിരിക്കും. മ്യൂസിക്കൽ ഒറിജിൻ ആയിരിക്കും. ലൈക്ക് ബീയിങ് ഒറിജിനലി സങ് വിത്ത് എ ലയർ. ബീയിങ് ഒറിജിനലി സങ് വിത്ത് എ ലയർ. Then okay ആണോ? Move on to next question. Name 3 types of lyric poetry. അപ്പോൾ ലിറിക് പോയട്രി എന്ന് പറയുന്ന ഒരു ജേണറിനെ ഡിഫറെന്റ് ടൈപ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യാം, അല്ലെങ്കിൽ 3 സെക്ഷൻ ആയിട്ട് ഡിവൈഡ് ചെയ്യാം എന്നുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. ഏതൊക്കെയാണ് അതെന്നറിയോ? Okay, first one is elegy. എലജി എന്താണ്? മൗണ്ട്ഫുൾ പോയം ആണ്. എലജിയിൽ കൂടുതലായിട്ട് ഒരാളുടെ ഒരു പേഴ്സന്റെയോ അല്ലെങ്കിൽ ഒരു തിങ്ങിന്റെയോ ഒരു വസ്തുവിന്റെയോ ഒരു ലോസിനെ കുറിച്ച് നമ്മൾ മൗണ്ട്ഫുൾ ചെയ്തിട്ട് നമ്മുടെ ആ ഒരു ഗ്രീഫ് ആയിരിക്കും ആ പോമിൽ കാണാം. അപ്പൊ മൗണ്ട്ഫുൾ പോമിനെയാണ് എലജി എന്ന് പറയുക. ലിറിക്കൽ പോയട്രിയുടെ 3 ഡിവിഷൻ ആണ്. അതിൽ ഫസ്റ്റ് വൺ ഈസ് എലജി. സെക്കൻഡ് വൺ ഈസ് ഓഡ്. എന്താണ് ഓഡിന്റെ പ്രത്യേകത? ഫോമൽ ആൻഡ് പ്രൈസ് ഫീൽഡ് പോം ആയിരിക്കും. ഫോമൽ ആൻഡ് പ്രൈസ് ഫീൽഡ്, ഒരു വ്യക്തിയെയോ അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റിനെയോ നമുക്കൊരു പേഴ്സണൽ കണക്ഷൻ ആ ഒരു വ്യക്തിയുമായിട്ടോ അല്ലെങ്കിൽ ആ ഒരു ഒബ്ജക്റ്റുമായിട്ടോ ഉണ്ടെങ്കിൽ ആ ഒരു വ്യക്തിയെ സെലിബ്രേറ്റ് ചെയ്യുന്ന രീതിയിൽ എഴുതുന്ന വർക്കാണ് ഓഡ് എന്ന് പറയുന്നത്. ദെൻ സോണറ്റ്. എന്താണ് സോണറ്റ്? 14 ലൈൻഡ് പോം വിത്ത് എ സെറ്റ് റൈമിംഗ് സ്കീം ആയിരിക്കും. അതായത് പെട്രാർക്കിൻ സോണറ്റിന്റെ ഷേക്സ്പിയറൻ സോണറ്റിന്റെ ഡിഫറെന്റ് ആയിട്ടുള്ള സ്ട്രക്ചർ ആണ് സോണറ്റിന് പെട്രാർക്കിൻ സോണറ്റിലും ഷേക്സ്പിയറൻ സോണറ്റിലും ഉള്ളത്. സോ സോണറ്റ് എന്ന് പറയുന്നത് 14 ലൈൻഡ് ആയിട്ടുള്ള ഒരു ഷോർട്ട് പോം ആയിരിക്കും. ആൻഡ് വിത്ത് സെറ്റ് റൈം സ്കീം ആയിരിക്കും. ഒരു ഫിക്സ്ഡ് ആയിട്ടുള്ള റൈം സ്കീം ഉണ്ടായിരിക്കും സോണറ്റിന്. ഓക്കെ ആണോ?